الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തു ആലി ഇമ്രാന്റെ തഫ്സീർ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ അദ്ദേഹം ഒരു താബഈ പണ്ഡിതനെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൈമൂൻ ബിനു മഹറാൻ എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി താബഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഒരു വിരുന്ന് സൽക്കാരം, തന്റെ വേണ്ടപ്പെട്ട പ്രഗത്ഭരായ ആളുകളെ വിളിച്ച് ഒരു വിരുന്ന് സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ ജോലിക്കാരിയായ അടിമസ്ത്രീയുടെ കയ്യിൽ നിന്ന് ചൂടുള്ള കറിയുടെ പാത്രം താഴെ പോവുകയാണ്. ആ പാത്രം താഴെ പോയി എന്ന് മാത്രമല്ല, ആ വീട്ടുകാരനായ സമ്പന്നനായ പണ്ഡിതനായ മൈമൂൻ ബിൻ മെഹ്റാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തിലൂടെ കറി പോയി. സ്വാഭാവികമായും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം മടിക്കാൻ വേണ്ടി അവർക്ക് നേരെ കയ്യോങ്ങുന്ന സന്ദർഭത്തിൽ അവര് പറഞ്ഞു, യാ മൗലായ, എന്റെ യജമാനനെ, യഅമൽ ബിഖൗലില്ലാ, അല്ലാഹുവിന്റെ വാക്കിനനുസരിച്ച് താങ്കൾ പ്രവർത്തിക്കണം. വൽ കാളിമീനൽ ഗൈള, കോപം അടക്കി വെക്കുന്ന ആളുകളാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ പറഞ്ഞു, ഖദ് ഫഅൽത്, ഞാനതുപോലെ ചെയ്തിട്ടുണ്ട്, എന്റെ കോപം ഞാൻ അടക്കി വെച്ചു. വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ഇസ്തഅമിൽ മാ ബഅദ, അതിനുശേഷമുള്ള കാര്യം കൂടെ താങ്കൾ പ്രാവർത്തികമാക്കണം. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി മാപ്പ് കൊടുക്കുന്ന ആളുകളാണ് അവർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖദ് ഫഅൽത്, അതും ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ നിനക്ക്
പൂർണ്ണമായി മാപ്പ് തന്നിരിക്കുന്നു. അപ്പോൾ അവരോധി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃതം ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ ആയത്തിനെ പൂർത്തീകരിച്ച് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇനി മുതൽ നീ സ്വതന്ത്രയാണ്, നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മൈമൂൻ ബിൻ മെഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ 133-134 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനങ്ങൾ വേണോ? നമ്മളിലൂടെ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് പരിഹാരം വേണോ? അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണോ? അതിനുള്ള പരിഹാരം അല്ലാഹു പറയാ, വസാരിഊ ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ടുവരണേ. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അല്ലാഹനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹന്റെ പാപമോചനം, ആകാശഭൂമികളുടെ പ്രവിശാലമായ സ്വർഗം, ഇത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. ആരാ മുത്തഖീങ്ങളായ ആളുകൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവരുടെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലുമെല്ലാം അവരിങ്ങനെ ചെലവഴിക്കുന്ന ആളുകളാണ്. വൽകാളിമീനൽ ഗൈള, അവർ കോപം ഇങ്ങനെ കടിച്ചിറക്കുന്ന ആളുകളാണ്, കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണ്. കള്മ് എന്ന വാക്കിന്റെ അർത്ഥം വിഴുങ്ങുക എന്നാണ്, അല്ലെങ്കിൽ പുറത്തു വരാതെ ഉള്ളിലേക്ക് അടക്കി പിടിക്കുക എന്നാണ്. അവർക്ക് കോപമുണ്ടാകുന്നുണ്ട്, പക്ഷേ ആ ദേഷ്യത്തിനെ, ആ കോപത്തിനെ അവരുടെ ഉള്ളിൽ അടക്കി വെക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വൽആഫീന അനിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി മാനവരാശിയോട് മാപ്പ് കൊടുക്കുന്ന ആളുകളാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ സുഹൃതം ചെയ്യുന്ന ആളുകൾ അല്ലാഹുക്ക് ഇഷ്ടമാണ് എന്ന് ഈ ആയത്തിന്റെ മാനദണ്ഡത്തിലാണ് ആ അടിമസ്ത്രീ മൈമൂൻ ബിൻ മെഹ്റാൻ എന്ന് പറയുന്ന താബഈ പണ്ഡിതനോട് ഇവർ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, 3 വിശാലമായ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ 3 ഗുണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിലൊന്ന് കോപങ്ങളെ അടക്കി വെക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ കോപം വരാത്തത് കൊണ്ടല്ല, ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ അടക്കി വെക്കുന്ന ഒരു സമ്പ്രദായം, അത് വിശ്വാസിയുടെ ഗുണമായി, അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ സുർഅത്തിൻ അഅലമ അജറൻ ഇൻദല്ലാഹി തബാരക വ തആല, അല്ലാഹുവിന്റെ അടുക്കലേ അവനെ പിടിച്ചു വെക്കുന്നതിൽ ഏറ്റവും മഹത്തായ പ്രതിഫലമില്ലാതെയില്ല. മിൻ സുർഅത്തി ഐൽ, ഒരു കോപം അവൻ അടക്കി വെക്കുന്നതിനേക്കാൾ, ഒരു കോപം ഒരു മനുഷ്യൻ അടക്കി വെക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മറ്റൊന്നില്ല. കളമഹുൽ അബ്ദ്, ആ അടിമ കോപത്തിനെ പിടിച്ചു വെക്കുന്നത് യബ്തഈ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജൽ, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അവന്റെ കോപത്തിനെ പിടിച്ചു വെക്കുന്നത് എന്നാണ്. നാളെ എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദേഷ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരും. എന്റെ പാപം അല്ലാഹു തആല എനിക്ക് പൊറുച്ചു തരും. ഈ പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ഷമിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനോളം മഹത്തരമായ പ്രതിഫലമുള്ള മറ്റൊന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുന്ന സഫുകളിലെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്രമീകരിച്ചിരിക്കാം. പുറകുന്ന് വരുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പുകളെ ഫില്ല് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോ ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത് മറ്റൊരു ഹദീസിലൂടെ കാണാം, മൻ ഖലമ ഐല, ആരെങ്കിലും അവന്റെ കോപത്തിനെ ഒന്ന് കടിച്ചിറക്കുകയാണെങ്കിൽ, വഹുവ യഖ്ദിറു അലാ അൻ യുൻഫിദ, ആ കോപത്തിനോ എതിരെ പ്രവർത്തിക്കാൻ അവന് കഴിയുന്ന സാഹചര്യത്തിൽ അതിനെ കടിച്ചുവച്ചാൽ, അതിനെ പിടിച്ചുവച്ചാൽ, ദേഷ്യപ്പെടാനുള്ള എല്ലാ കഴിവും നമ്മളുടെ കയ്യിലുണ്ട്, പ്രതികരിക്കാനുള്ള ശേഷി നമ്മളുടെ കയ്യിലുണ്ട്, നമ്മുടെ അർത്ഥത്തിൽ ന്യായവും നമ്മളുടെ കയ്യിലാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദേഷ്യപ്പെടാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്നിട്ട് പോലും ആ ദേഷ്യത്തിനെ പിടിച്ചുവച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ദഅഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു പ്രത്യേകം അവനെ വിളിക്കുന്നത് ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ശാ. അവൻ ഉദ്ദേശിക്കുന്ന ഹൂർലീങ്ങളെ തെരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഉദ്ദേശിക്കുന്ന സഹധർമ്മിണിയെ തെരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൂർലീനെ തെരഞ്ഞെടുക്കാന്ന് മാത്രമല്ല, ഹൂർലീൻ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന സ്വർഗത്തിൽ അവൻ കടക്കാതെ കഴിയില്ല. ആ ഉന്നതമായ സ്വർഗം അവൻ ലഭിക്കാൻ, അതിലെ സന്തോഷങ്ങളെ കണ്ടെത്താനുള്ള വഴികളെ അള്ളാഹു നൽകുന്നത് ഏത് സ്വഭാവം ശീലിക്കുന്ന ആളുകൾക്കാണ്. ദേഷ്യപ്പെടാനും കോപിക്കാനും എല്ലാ കഴിവുമുണ്ടായിട്ട് പോലും ആ ദേശത്തെ പിടിച്ചു വെക്കുന്ന ആളുകളില്ലേ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ സ്ഥാനം നൽകുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു പൊതുസമൂഹത്തിലാണ്. എല്ലാ ആളുകളും നമുക്കിഷ്ടമുള്ളത് തന്നെ പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികൂലമായി വരുന്ന സാഹചര്യങ്ങളിൽ പോലും ആ ദേശത്തിന് കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും വലിയ ജിഹാദി എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ ശദീദു ബിസ്സുർഅ. ഒരു ഗുസ്തിയിൽ സംഘട്ടനത്തിൽ ജയിക്കുന്നവനല്ല ധീരൻ എന്ന് പറഞ്ഞാൽ, ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ അദബ്. ദേഷ്യം വരുമ്പോ അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നവനാ ഏറ്റവും വലിയ ധീരനെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വരുമ്പോ നമ്മളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാം. ഞാൻ പറഞ്ഞത് നമുക്കെപ്പോഴും പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടുകാരോട്, നമ്മളുടെ മക്കളോട്. കാരണം എന്താ, കുറച്ചുകൂടെ അധികാരമുണ്ടല്ലോ അവരുടെ മുമ്പില്. അങ്ങാടി നമ്മൾ ചിലപ്പോ കുറച്ച് മാന്യനാവും പൊതുസമൂഹത്തില്. നമ്മളുടെ ഭാര്യയുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണം എന്താ, എന്റെ വീട്ടില് എന്റെ ചെലവില് ഞാൻ എന്ത് പറഞ്ഞാലും വല്ലാതെ പ്രതികരിക്കാതെ നിൽക്കുന്നവൾ. എന്റെ പ്രിയപ്പെട്ട മക്കള്, അവരെന്റെ ശിക്ഷണത്തിലും എന്റെ സംരക്ഷണയിലും കഴിയുന്നവർ. അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടാം. പ്രിയമുള്ളവരെ, ആ കോപങ്ങൾ ഒരുപക്ഷെ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസിയത്ത് അന്വേഷിച്ച് വന്ന ഒരു ഉപദേശം തരണമെന്ന് പറഞ്ഞ് സ്വഹാബത്തിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തഅലബ്, നീ കോപിക്കാൻ പാടില്ല. വീണ്ടും പറഞ്ഞ റസൂലെ മറ്റൊരു ഉപദേശം കൂടെ, ലാ തഅലബ്, നീ കോപിക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ മൂന്നാമതും ഫറജ്ജദ മിറാറ, പലതവണ പ്രവാചകൻ ഇതിനെ ആവർത്തിച്ച് ഇങ്ങനെ പറയാൻ. ആ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സനദിന്റെ പരമ്പരയിൽ ഒരു താബിആയ ഒരു മനുഷ്യൻ പറയാണ്, ഈ ഹദീസ് ഞാൻ പഠിക്കുമ്പോ ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതവണ ഉപയോഗിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, എല്ലാ ഷർറുകളും എല്ലാ ദുൽമുകളും കടന്നു വരുന്നത് കോപത്തിൽ നിന്നാണ്. എല്ലാ ഷർറുകളും ഉണ്ടാകുന്നത് കോപത്തിൽ നിന്നാണ്. എല്ലാ അക്രമങ്ങളും ഉണ്ടാകുന്നത് കോപത്തിൽ നിന്നാണ്. ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ പറയുന്നൊരു വാക്കാണ് ബന്ധങ്ങളെ അകറ്റി വെക്കുന്നത്. ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്തൊരു പ്രവർത്തനമാണ്, പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഇണക്കി ചേർത്ത ബന്ധങ്ങളിൽ പോലും വൈവാഹിക ജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. അല്ലാഹു ഒരു ദേഷ്യം നമ്മളുടെ വായിൽ നിന്ന് വന്നതിന്റെ പേരിലാണ് നമ്മളുടെ കൂടെ ചേർന്നിരിക്കുന്ന മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്നത്. യുവാക്കളെ, നമ്മൾ അതുവരെ വളർത്തിക്കൊണ്ടുവന്ന പിതാവിനോട് യുവത്വത്തിന്റെ ഹരത്തിൽ പറഞ്ഞൊരു കോപത്തിന്റെ വാക്കാണ് ആ വാപ്പയിൽ നിന്ന് അല്ലാഹുവിന്റെ കോപത്തിന് വരെ കാരണമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ കഴിയാതെ വരില്ല. പല സാഹിത്യ ഗ്രന്ഥങ്ങളിലും കാണാം, പുതിയ വാങ്ങിയ കാറിന്റെ മേലെ കമ്പി കൊണ്ടൊരു മകൻ ഇങ്ങനെ കോറി വരച്ചിങ്ങനെ പേരെഴുതിയപ്പോ ആർക്കായാലും സഹിക്കില്ലല്ലോ. മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ പുതിയ ഇറക്കിയ വാഹനത്തിന്റെ മേലെ കമ്പി കൊണ്ട് ആ കുട്ടി എന്തോ എഴുതി വെച്ചതിന്റെ പേരിൽ അതേ കമ്പി വാങ്ങി കുഞ്ഞിന്റെ കൈക്ക് ഇങ്ങനെ അടിച്ച് വേദന കൊണ്ട് നീര് വന്ന് കുട്ടി കൈ ഇങ്ങനെ വിറക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ വായിക്കുമ്പോ കാണുന്നുണ്ട്, ഐ ലവ് യു പപ്പ എന്ന കുട്ടി ഇങ്ങനെ എഴുതി വെച്ചത്. പ്രിയമുള്ളവരെ, ഈ കൈ ശരിപ്പെടുത്താൻ കഴിയില്ല. ആ മനുഷ്യന്റെ ഹൃദയം നുറുങ്ങി. കാറിന്റെ പെയിന്റ് നന്നാക്കാം, ആ കുട്ടിയുടെ ഹൃദയത്തിനേറ്റ മുറിവ്. അവന് പക്വതയില്ല. ഇല്ല, നമ്മൾ കാറൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരുപക്ഷെ നമ്മുടെ 2.5 വയസ്സുള്ള കുട്ടി അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നുണ്ടാവാം. ആ കുട്ടി നമ്മളൊക്കെ കയറിപ്പോയാലേ ആ തുണിയെടുത്ത ചെളിവെള്ളത്തിൽ മുക്കി വീണ്ടും അതുപോലെ ഒന്ന് ഉറക്കും. അവർക്ക് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മക്കളാണ്. നമ്മുടെ ദേശത്തിൽ ഒരു കോപത്തിന്റെ മേലൊരു തീരുമാനം എടുത്താൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് വല്ലാത്ത നീറലുകൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് താബി പണ്ഡിതൻ പറഞ്ഞത്,
അള്ളാന്റെ ഹബീബ് ഇങ്ങനെ ആവർത്തിച്ച് അതേ ഹദീസിന്റെ സനദിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, എല്ലാ ദുൽമുകളുടെ കാരണവും കോപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിക്കാനല്ല. ഇപ്പൊ പ്രവാചകന്റെ കയ്യിലൊരു വിശിഷ്ടമായ തട്ടം പ്രവാചകന്റെ തോളത്ത് കിടക്കുക, പിന്നീന്ന് വാങ്ങിയത് ഇങ്ങനെ പിടിച്ചു പറിക്കുക, അത് അടയാളം വീഴ്ത്ത വേദനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിയുന്നത് പുഞ്ചിരി കൊണ്ടാണ്. നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളാണ്. പ്രവാചകന്റെ കയ്യിലുള്ള ഭക്ഷണത്തിന്റെ പാത്രം, രണ്ട് ഭാര്യമാർക്കിടയിലുള്ള അസൂയ അത് തട്ടപ്പെടേണ്ടി വന്നപ്പോ, അതിലെ ഈത്തപ്പഴങ്ങൾ നിലത്ത് വീഴേണ്ടി വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തിരുന്നതിന് പറക്കിയെടുക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറയുന്നത് ആ റസൂല് ദേഷ്യത്തോടൊരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അവർക്കത്ര വേദനിക്കുമായിരുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞത്, റസൂലുള്ള ഞങ്ങളൊന്ന് അടിച്ചിരുന്നെങ്കിൽ, എന്തിന് ആയിഷ നീ ഇത് ചെയ്തു എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രമാത്രം വേദനിക്കുമായിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. പ്രിയമുള്ളവരെ, അതിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച് പറഞ്ഞ വാക്കുതാണ്. ആ കോപത്തിനെ അടക്കി പിടിക്കാനുള്ള ഒരു അവസ്ഥ നമ്മളിലുണ്ടോ? സ്വർഗമാണ്, പാപമോചനമാണ്. രണ്ടാമതായി ഈ ആയത്തിലൂടെ പറയുന്നത് വൽആഫീന അനിന്നാസ്, ജനങ്ങളോട് മാപ്പ് കൊടുക്കുന്ന സന്ദർഭമാണ്. പൊതുജനങ്ങളോട്, മനുഷ്യരോട് മാപ്പ് കൊടുക്കലാണ്. എന്തെങ്കിലും ഒരു തെറ്റുകൾ ആളുകൾ നമ്മളോട് ചെയ്യുമ്പോൾ, ഒരു ദുൽമ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിനെ മാപ്പ് കൊടുക്കുക. ആ മാപ്പ് നമ്മൾ കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അർഹമായ സ്ഥാനം നൽകാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദിൽ അഫ്വ, ആ മാപ്പ് കൊടുക്കുന്ന ശീലം അതിനെ ഒരു ശീലമായിട്ട് അതിനെ സ്വീകരിക്കണമെന്നാണ്. അതുപോലെ തന്നെ വഅമറ ബിൽ ഉർഫി വഅറദ അനിൽ ജാഹിലീൻ, ഈ ഹദീസിൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഒന്നാമത്തെ വിശേഷണമായി പറഞ്ഞത് മാപ്പ് കൊടുക്കുക എന്നത് ഒരു സ്വഭാവശീലമായി കൊണ്ടു നടക്കണമെന്നാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാം, ഫഅഫു വസ്ഫഹു, നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പ് ചെയ്തു കൊടുക്കണേ. നമ്മള് ഒരാളോട് മാപ്പ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം എത്രയാണ്? തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാപ്പ് കൊടുക്കലാണ്. തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മാപ്പ് കൊടുക്കലാണ്. ഫഅഫു വസ്ഫഹു, നോക്കേ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യ്, നിങ്ങൾ മാപ്പ് കൊടുക്ക. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല നമുക്ക് പുറത്തു തരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പുറത്തു കൊടുക്ക്, മാപ്പ് കൊടുക്ക്. വലിയ ക്രൂരത ചെയ്തവരോടും നമ്മളൊക്കെ സാധാരണ കുടുംബജീവിതങ്ങളിലൊക്കെ സംഭവിക്കലേ, ഒരു തെറ്റ് ചെയ്ത് വിഷമം വന്ന് പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ദമ്പതികൾക്കിടയിലും അല്ലാഹു തആല ഇണക്കവും പിണക്കവും ഒക്കെ വെച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ ജീവിതത്തിൽ വരെ വന്നിട്ടുണ്ട്, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിന് മാപ്പ് കൊടുത്ത് വിട്ടുവീഴ്ച കൊടുത്ത് ചേർത്ത് പിടിക്കുന്നിടത്ത് പിന്നീട് ഏതെങ്കിലും ഒരു കാലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോ നിങ്ങൾ പണ്ടും അങ്ങനെ തന്നെയാ, നീ പണ്ടും അങ്ങനെ തന്നെയാ, അഥവാ നമ്മളുടെ ഹൃദയത്തിൽ ആ മാപ്പ് ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. പരിപൂർണമായ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, പരിപൂർണമായ മാപ്പ് കൊടുക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചൊക്കെ ബദറിന്റെ രണഭൂമിയിൽ 70ഓളം വരുന്ന മുശ്രിക്കുകളെ കൊണ്ടുവരാം. മക്കയുടെ മണ്ണിൽ ക്രൂരമായി മർദ്ദിച്ച ആളുകള് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധനസ്ഥരോട് ചെയ്യേണ്ടുന്ന കടമ പറഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ കൊണ്ടുപോയി കൊടുക്കാൻ പ്രവാചകനോളം മാപ്പ് കൊടുക്കുന്ന ആരുണ്ട്? കാൽ കീഴിലൂടെ കിട്ടുമ്പോ ആക്രമിക്കാനല്ല. മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് അള്ളാന്റെ ഹബീബിനെ ആട്ടിയോടിക്കുമ്പോ അത് ചെറിയൊരു ഹൃദയവേദനയായിരുന്നില്ല. ഇരുട്ടിന്റെ മറവില് കഅബാലയത്തിന് മുന്നില് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ നെഞ്ചുപൊട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, അലിംതു അന്നക ഖൈറു അർളില്ല, എനിക്കറിയാം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ മണ്ണിനോട് ഞാൻ യാത്ര പറയില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് യസ്രിബിന്റെ മണ്ണിലേക്ക് പാലായനം ചെയ്യുമ്പോ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കി പിച്ച വെച്ച് നടന്ന മക്കയുടെ മണ്ണിനോട്
പറന്നു വീണ മക്കയുടെ മാരടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ നടന്നു നീങ്ങുമോ? പ്രിയമുള്ളവരെ, കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയോട് റസൂലുള്ളാഹ് അത് ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്ന മനുഷ്യനാണ്. ഹിജ്റ 8-ാം വർഷത്തിലൂടെ ആ മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് കടന്നു വന്ന് 2 സൈന്യവുമായി നീങ്ങി മക്ക മുഴുവനും തന്റെ കാൽക്കീഴിലൂടെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇർകഅ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉലിയ, ഉന്നതമായ കഅബാലയത്തിൽ കയറി ബാങ്ക് കൊടുക്കൂ ബിലാൽ എന്ന് പറയുമ്പോ അതേ ഉസ്മാന് താക്കോല് കൈകളിലേന്തി അദ്ദേഹത്തിന്റെ കൈ വരച്ച താക്കോലുകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം, മണിശബ്ദങ്ങള് കേൾക്കാമായിരുന്നു എന്ന് റിപ്പോർട്ട് വരുമ്പോഴും പുഞ്ചിരിയോടെ ഉസ്മാനിനെ സ്വീകരിച്ച ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സമൂഹത്തിന് മാതൃക. പ്രിയമുള്ളവരെ, അന്ന് ഹിന്ദിന്റെ കാര്യം തീരുമാനമായി എന്ന് പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളോടും യാ അമ്മി യാ ഹംസ യാ സയ്യിദ് ശുഹദാ യാ ഹംസ, ഉഹുദിന്റെ രണഭൂമിയിൽ അങ്ങ് വികൃതമാക്കപ്പെട്ട ജനാസയായി പ്രിയപ്പെട്ട ഹംസ, തൊട്ടപ്പുറത്ത് മുസ്അബ് ബിൻ ഉമൈർ, ഇന്ന് ഹിന്ദിന്റെ പ്രതികാരം തീർന്നത് തന്നെയാണ് എന്ന് വിളംബരം ചെയ്യപ്പെട്ട ദിവസങ്ങളിലും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവരെ നിങ്ങൾക്ക് മാപ്പ്, ഇസ്ലാമിനെ പുലുക്കിയവരെ നിങ്ങൾക്ക് മാപ്പ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മാപ്പ് കൊടുത്ത ആരുണ്ട് ലോകത്തിലെ? അള്ളാന്റെ മുത്ത് നബി അങ്ങേയറ്റം ആക്ഷേപിച്ച് തെറി പറഞ്ഞ കഅബ് ബിൻ സുഹൈർ അള്ളാന്റെ മുത്ത് നബിയുടെ മുന്നിൽ വന്ന് ബാനസ്സുആത്ത് എന്ന് തുടങ്ങുന്ന ഒരു കവിത പാടിയിട്ട്, നിങ്ങൾ നോക്ക്, ആ പ്രവാചകന് മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന ഇന്ത്യൻ നിർമ്മിതമായ വാട പോലെ പ്രശോഭിതമാണല്ലോ റസൂലേ അങ്ങയുടെ മുഖമെന്ന് വാഴ്ത്തി പറയുമ്പോ അങ്ങേയറ്റം സഭ്യം പറഞ്ഞവനോട്, തെറി പറഞ്ഞവനോടും മാപ്പ് കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ഇതുപോലെ ആരാ ലോകത്തല്ലേ? അതുകൊണ്ട് മാതൃക സ്വഭാവത്തെ മനസ്സിലാക്കാൻ വേണ്ടി മാപ്പ് കൊടുക്കാൻ ചില്ലറ കാര്യമല്ല പ്രിയമുള്ളവരെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 ഉപദേശങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. അതിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലൈക ബിഹുസ്നിൽ ഖുൽഖി യാ അബൂ ഹുറൈറ, സൽസ്വഭാവം നിനക്ക് നിർബന്ധമാണ്. അതിന് ചോദിച്ചു, മാ ഹുസ്നുൽ ഖുൽഖി യാ റസൂലല്ലാഹ്, എന്തിനാ സൽസ്വഭാവം? തുഅതി മൻ ഹറമക, ഇങ്ങോട്ട് നൽകൂല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചവനോട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. വതഅഫു അമ്മൻ ളലമക, ഇങ്ങോട്ട് അക്രമം ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് കൊടുക്കലാണ്. അതുപോലെ തന്നെ നോക്കി, നൽകൂല എന്ന് പറഞ്ഞ് പിടിച്ചു വച്ചവനോട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. വതസിൽ മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക. ചില്ലറ കാര്യമില്ല മാപ്പ് കൊടുക്കുക. നമ്മുടെ ഈ കോപം ഉള്ളിൽ വെച്ച് മാപ്പ് കൊടുക്കാതെ അള്ളാഹു നമ്മളോട് ഇഷ്ടം വെക്കണ്ടേ? അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഒരു സഹാബി വന്ന് ചോദിച്ചു, റസൂലേ യാ റസൂലല്ലാഹ് മാ യുബാഇദുനി മിൻ അളബില്ലാ, അള്ളാന്റെ കോപത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ്? വേറൊരു റിവായത്തിൽ കാണാം, യംനഉനി മിൻ അളബില്ലാ, അള്ളാന്റെ കോപത്തിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ്? റസൂൽ പറഞ്ഞു, ലാ തഅലബ്, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. അപ്പൊ അള്ളാഹ് നിന്നോട് ദേഷ്യപ്പെടില്ല. ഈ ദേഷ്യം ഉള്ളിൽ വെച്ച് എല്ലാരോടും പകവച്ച് മാപ്പ് കൊടുക്കാതെ ഇങ്ങോട്ട് അക്രമം ചെയ്തവനോട് മാപ്പ് കൊടുക്കുന്ന, എന്നിട്ട് നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാപ്പ് കൊടുക്കുന്നവനെ പറ്റി ഇതേ ഹദീസ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഇതേ വിഷയം റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ റസൂൽ അതിന്റെ അവസാനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, മാ സാദല്ലാഹു ബിഅബ്ദിൻ ഇല്ലാ ഇസ്സാ, മാപ്പ് കൊണ്ടൊരു അടിമക്ക് അല്ലാഹു തആല പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല, പ്രതാപമല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുന്നില്ല. മാപ്പ് കൊടുക്കുമ്പോ ആ കൊടുത്ത വ്യക്തിക്ക് അല്ലാഹു പ്രതാപമല്ലാതെ കൊടുക്കണില്ല. നോക്കേ, ഒരുപക്ഷെ ആ മനുഷ്യൻ വരെ നന്നാവാൻ കാരണമാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് അത് കടന്നു വരുമല്ലോ. ഇനി നിങ്ങൾ നോക്കി, 3ാമത്തെ ഗുണം പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നോക്കേ, ഒന്ന് ദേഷ്യം പിടിച്ചു വച്ചു, അതൊരു നന്മ. 2ാമത് ആ ചെയ്ത തെറ്റിനെ പൊറുച്ചു കൊടുത്തു, വീണ്ടും ഒരു നന്മ. 3ാമത് നന്മയിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് നന്മ ചെയ്തു. എന്താണ്? ആ സ്ത്രീയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നത്
അതിന്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഒരു തെറ്റിനെ നന്മ കൊണ്ട് അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ്. കടന്നു വരാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണാം. സീറത്ത് ഇബ്നു ഹിഷാമിൽ ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരികയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇസ്ലാം മതം സ്വീകരിച്ചാൽ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങളൊക്കെ പൊറിച്ചു കിട്ടും? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും റസൂൽ എന്ന് പറയാ, പൊറിച്ചു കിട്ടും. ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? ഉടനെ പ്രവാചകന്റെ ചോദ്യമാണ്, അന്ത വഹ്ഷി, നീ വഹ്ഷിയാണോ? അറിയില്ലായിരുന്നു റസൂലേ, അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ഹബീബ് ചോദിക്കുന്നുണ്ട്. കൈഫ ഖതൽത ഹംസ, നീ എങ്ങനെയാ എന്റെ ഹംസയെ കൊന്നത്? എങ്ങനെയാ? പാറക്ക് പിന്നിൽ ഒളിച്ചു നിന്നിട്ട് അങ്ങനെ ശത്രുവിനോട് പോരാടി ഹംസ റളിയല്ലാഹു അൻഹു എന്റെ മുന്നിൽ വന്നപ്പോ നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നിൽ ഒളിച്ചു നിന്ന് ചാട്ടുളി എറിഞ്ഞത് അദ്ദേഹത്തിന്റെ അടിവയറിലേക്ക് വന്ന് വീഴുന്ന രംഗം പറയുമ്പോ അള്ളാന്റെ ഹബീബ് മുഖം ഇങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു, ഹൽ തസ്തതി അൻ തഈബ അന്നി, പറ്റുമെങ്കിൽ എന്റെ മുമ്പിൽ വരാതിരിക്കോ വഹ്ഷി, നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. പക്ഷെ നിന്റെ മുഖം കാണുമ്പോ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരിക. ആ മുത്തു റസൂൽ എന്ന് മാപ്പ് കൊടുത്തിട്ട് ജനങ്ങളോട് പറഞ്ഞത്, റസൂലിലേക്ക് ചേർത്ത് വെച്ചൊരു സ്വഹാബിയാകില്ലേ? ഇന്ന് വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോ ചങ്ങരംകുളത്തിന്റെ തഖ്വാ പള്ളിയിൽ നമ്മൾ പറയണത് റളിയല്ലാഹു അൻഹു, ആ വഹ്ഷിക്ക് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവട്ടെ എന്നാണ്. വഹ്ഷി സ്വഹാബിയാണ്. ആ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തെ ഇസ്ലാമിനെ പുൽകാനുള്ള ഭാഗ്യം കിട്ടിയപ്പോ മുസൈലിമത്തുൽ കസാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നതും വഹ്ഷി തന്നെയാണ്. പ്രിയമുള്ളവരെ, നന്മ കൊണ്ടതിനെ നേരിടുന്ന ഒരു സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ ഉഹദിന്റെ രണഭൂമിയിൽ ആ മലക്കുമേലെ കയറ്റി നിർത്തിയ സ്വഹാബ, അവരവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന കുറച്ചാളുകൾ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കാനുള്ള ധൃതി കൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഒക്കെ മനസ്സുകളിലൂടെ ഉണ്ട്. സ്വഹാബത്തിനെ പറ്റി മോശമായിട്ടൊന്നും ചിത്രീകരിക്കരുത് പ്രിയമുള്ളവരെ. അവരവിടെ നിന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടാനുള്ള ഓഹരി കിട്ടും. കിട്ടിയവർ പറക്കിയെടുക്കലല്ല. കാരണം ഗനീമത്ത് ശേഖരിക്കുന്ന മുഴുവനും എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നു വെക്കും. ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തുല്യമായി ഓഹരി വെക്കുന്നത് പ്രവാചകനാണ്. അല്ലാതെ സ്വഹാബത്ത് കിട്ടിയതെടുക്കലല്ല. അവിടെ 50 ആളെ നിർത്തിയപ്പോ 40 ആൾ ഇറങ്ങി വന്നു, 10 ആൾ അവിടെ നിന്നു. റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ അബദ്ധമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞാലല്ലാതെ ഇറങ്ങരുതെന്നാണ് 10 ആൾ കരുതി. ഗനീമത്ത് കൂടെ ശേഖരിച്ച് കഴിയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. 40 ആൾ കരുതി യുദ്ധം കഴിഞ്ഞിട്ടല്ലേ ഗനീമത്ത് ശേഖരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അതുവരെ പോരാടിയ മുറിവേറ്റ സഹാബത്ത് ഈ ജോലി കൂടെ ചെയ്യുമ്പോൾ ഏതായാലും യുദ്ധം കഴിഞ്ഞല്ലോ, അവരെ സഹായിക്കാമെന്ന സദുദ്ദേശമാണ് 40 ആളുകൾ ഇറങ്ങിയത്. അല്ലാതെ ഒരു സഹാബത്തിനെ പറ്റിയും മോശമായൊരു ചിന്ത പോലും നമ്മളുടെ ആരുടെയും മനസ്സിലൂടെ കടന്നു വരാൻ പാടില്ല. അന്നിറങ്ങിയ ആളുകളെ സംബന്ധിച്ചു പോലും അവിടെ നല്ല പറയാണ്, ഫഅഫു അൻഹും, അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തതാണ്. റസൂലേ വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണേ നബിയേ. കൂടെയുള്ള സഹാബത്തില്ലയോ, ഉഹദിന്റെ രണഭൂമിയിൽ ഇറങ്ങി വന്നവരുണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് അപാകതയുണ്ടെങ്കിൽ അള്ളാഹിനോട് അവർക്ക് വേണ്ടി നബിയേ താങ്കളും പൊറുക്കലിനെ തേടണമെന്നാണ്. ഇനി അവരെ മാറ്റി നിർത്താനല്ല, വശാവിറുഹും ബിൽ അംർ, കാര്യങ്ങളെ കൂട്ടിയാലോചിക്കാൻ അവിടുത്തെ മുഷാവറയില് അവരെയും ഉൾക്കൊള്ളിക്കണേ റസൂലേ. അല്ലാഹു തആല അതിനോട് കണ്ടൊരു സമീപനം, ആ നന്മ, അതാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന. പ്രിയമുള്ളവരെ, ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പ്രവിശാലമായ സ്വർഗം കിട്ടുന്ന, അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുച്ചു തരുന്ന, മാപ്പ് കൊടുക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, സുഹൃതം ചെയ്യുക എന്നൊക്കെ ഈ ഒരു പാഠം ജീവിതത്തിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലൂടെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അകല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫൽയഅകുൽ ബിയമീനിഹി, അവന്റെ വലത് കൈക്കൊണ്ടായിരിക്കണം അവൻ ഭക്ഷണം കഴിക്കേണ്ടത്. ഇദാ ശരിബ, ഇനി കുടിക്കുകയാണെങ്കിൽ ഫൽയശ്രിബ് ബിയമീനിഹി, അവന്റെ വലത് കൈകൊണ്ട് കുടിക്കുകയും വേണം. ഫഇന്ന ശൈത്താൻ, കാരണം തീർച്ചയായും ശൈത്താൻ യഅകുലു വയശ്റബു ബിശിമാലി, അവന്റെ ഇടത് കൈക്കൊണ്ടാണ് ശൈത്താൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഹദീസിനെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ഹെവി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ വലത് കൈക്കൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സ്നാക്സുകളോ ചോക്ലേറ്റുകളോ നട്ട്സുകളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിനെ ഇടത് കൈക്കൊണ്ട് കഴിക്കുന്ന ഒരു ശീലം സ്വാഭാവികമായും ആളുകൾക്കിടയിൽ അബദ്ധത്തിൽ വരാം. ഇപ്പോൾ ഒരു സ്നാക്സും ചായയും കിട്ടിക്കഴിഞ്ഞാൽ വലത് കൈയിൽ ഗ്ലാസ് പിടിച്ചാൽ ഇടത് കൈക്കൊണ്ട് നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് ചായ കുടിച്ചാൽ വലത് കൈകൊണ്ട് സ്നാക്സ് കഴിക്കും. പറ്റില്ല, അവിടെ കഴിക്കേണ്ടത് വലത് കൈക്കൊണ്ട് തന്നെയായിരിക്കണം. രണ്ടാമത് പറഞ്ഞ വിഷയം, കുടിക്കുന്നതും വലത് കൈക്കൊണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിൽ 90% വരുന്ന ആളുകൾക്കിടയിലും അതിനെ ന്യായീകരിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന, നമ്മളൊക്കെ പറയും അങ്ങനെ വലത് കൈക്കൊണ്ട് കുടിച്ചാൽ അതിന്റെ മേലെ വേസ്റ്റുകൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാവില്ലേ, അതുകൊണ്ട് ഇടത് കൈകൊണ്ട് കുടിക്കലാണ് നല്ലത്. ആരാണ് ഈ പാഠം നമ്മളിലേക്ക് പകർന്നു നൽകുന്നത്? ഷെയ്ത്താൻ എന്ന ഇബ്ലീസിന്റെ അനുയായികളാണ്. ഷെയ്ത്താൻ അവരാണ്, ഇബ്ലീസിന്റെ ആളുകളാണ്. ഇടത് കൈകൊണ്ട് തിന്നെയും കുടിക്കും ചെയ്യാം, വലത് കൈകൊണ്ട് തന്നെ കുടിക്കണമെന്നാണ്. കഴിച്ച ഭക്ഷണം നമ്മൾ കഴുകി വെക്കുന്നുവെങ്കിൽ കുടിച്ച ഗ്ലാസും അതിനെ കഴുകി വെക്കാനുള്ളവർ തന്നെയാണ്. ഇനി അതിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ മറ്റു സംവിധാനം, ഭക്ഷണത്തിന്റെ വിരലുകൾ വൃത്തിയാക്കിയതിനു ശേഷമാണ് എണീക്കേണ്ടത്, ആ സമയത്ത് ഉപയോഗപ്പെടുത്താം. കൈ കഴുകിയതിനു ശേഷം ഉപയോഗപ്പെടുത്താം. എന്നിരുന്നാൽ പോലും ഇടത് കൈക്കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമ്പ്രദായം ഇനി അതിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിഞ്ഞു മാറാൻ വയ്യാതെ താങ്ങിക്കൊടുക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അതിലും ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ഒരു അനുവാദവും നൽകുന്നില്ല എന്നുള്ളതാണ് വലത് കൈക്കൊണ്ട് കുടിക്കാൻ. ഇനി എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹദീസിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല പിന്നീട് ആ മനുഷ്യനെ ജീവിതാവസാനം വരെ കഴിയാതെ വന്ന ശിക്ഷയുടെ പാഠങ്ങളും ഹദീസുകൾ നമ്മളോട് പകർന്നു നൽകുന്നുണ്ട്. മൂന്നാമതായി ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ടത്, അത് ഇബ്ലീസിന്റെ ആളുകളുടെ അഥവാ ശൈത്താന്മാരുടെ, അള്ളാഹുവിൻ നമ്മുടെ പ്രത്യക്ഷമായ ശത്രു എന്ന് അള്ളാഹു പഠിപ്പിച്ച ഇബ്ലീസിന്റെ ശൈത്താന്മാരുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിനെതിരാണ് ജീവിതത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അറിയുമെങ്കിലും ഒരുപക്ഷെ അബദ്ധത്തിലും പ്രാവർത്തിക തലങ്ങളിൽ പരാജയങ്ങളിലുമൊക്കെ വന്നു പോകുന്ന ഒരു വിഷയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുവോ വലത് കൈക്കൊണ്ട്, വെള്ളം കുടിക്കുന്നുവോ എന്റെ വലത് കൈക്കൊണ്ട്, ആ ദൃഢമായ തീരുമാനത്തിൽ അതിനൊരു ശീലമാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഇന്ന് സ്വന്തം നമ്മുടെ നാട്ടിൽ ജുമാക്ക് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിലൂടെ കാവൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇന്നേ ദിവസം തന്നെ ഒരു മകനും ഉമ്മയും കിഡ്നി മാറ്റിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ സർജറിക്ക് വിധേയമാക്കപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഷിഫ ആജിൽ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പലവിധ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ ഉഴറി ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവേ, നിന്റെ കനിവിന്റെ തീരം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.